ലിവിങ് ടുഗദർ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അവർ നിയമപരമായി കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും അവർ നിയമപരമായിട്ട് കല്യാണം കഴിക്കുന്നത്. ഇതിന് താല്പര്യമില്ലയോ? നമുക്കറിയാം, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരാളോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ ജീവൻ നശിപ്പിക്കുന്നത്? പക്ഷേ അപ്പം തന്നെ താമസിക്കുക, കുറച്ച് നാൾ താമസിക്കുക, ആൾക്കാരെ മനസ്സിലാക്കുക, ചേർന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ പോവുക എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, മകൾ അങ്ങനെ പോകുന്നതിനകത്ത് അവർക്കും വിരോധമില്ല. ഞാൻ പറഞ്ഞു, മകൾ 1-2 വർഷം ഒരാളോട് താമസിച്ചു, ഇഷ്ടപ്പെട്ടില്ല, അയാളെ മാറ്റിപ്പോയി, അയാളെ മാറി, മകൾ വീണ്ടും വേറൊരാളോട് താമസിക്കുന്നു, ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്നു, അയാളോട് താമസിക്കുന്നു, വീണ്ടും 1 വർഷം 2 വർഷം കഴിയുമ്പോൾ മകൾ അയാളെ ഇഷ്ടപ്പെടുന്നില്ല, അയാളെ മാറി വേറൊരുത്തം വരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സന്തോഷം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അവരെനിക്ക് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വേറെ ഒരു ഭാഷയാണ് പറയുന്നത്. ഒരു സ്ത്രീ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളെ പരിചയമില്ലാത്തതുകൊണ്ടും ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചു ആ ചാറ്റ്. പിന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടില്ല. കാരണം എനിക്കറിയാവുന്ന 1-2 ആൾക്കാരുണ്ട്, ഇവരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ അവരെ കാണുന്നതും അല്ലെ സംസാരിക്കുന്നതൊക്കെ. ഈ ഓരോ 2 വർഷം കൂടുമ്പോഴും ആണായാലും ശരി പെണ്ണായാലും ശരി അവരുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ, അവരോട് ഒരുമിച്ച് കുറച്ചാൾ കഴിഞ്ഞു, ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ പഴയ കാലത്തെ ലിവിങ് ടുഗദർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അങ്ങനല്ല. ചുമ്മാ 2 പേരെ കണ്ടു പരിചയപ്പെട്ടു, കുറച്ച് നാൾ കൊണ്ടു നടക്കണം, കുറച്ച് നാൾ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിയണം, അവരെ അങ്ങ് മാറ്റുക, അടുത്ത ആളെ റീപ്ലേസ് ചെയ്യുക. ഇതിങ്ങനെ ഒരു 2 വർഷം കൂടുമ്പോൾ ഒരു റീസൈക്കിൾ ബിന്നിൽ അടിച്ച് ഫുള്ള് ഫ്രഷ് ചെയ്ത് അടിച്ച് കളഞ്ഞ് വീണ്ടും യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മാറ്റി 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 ഒരാളിൽ ഉറച്ചു നിൽക്കാതെ കുറേ ആൾക്കാരിൽ കൊണ്ട് നടക്കുക. എന്നിട്ട് പറയുന്നത് എന്തോ സ്വാതന്ത്ര്യമാണ്, ലിവിങ് ടുഗദറാണ് നല്ലതെന്ന്. ഈ ലിവിങ് ടുഗദറിൽ എനിക്കറിയുന്നൊരു വ്യക്തി, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 5ാമത്തെ ആളുമായിട്ടാണ് ലിവിങ് ടുഗറായിട്ട് പോകുന്നത്. ഈ പറയുന്ന ഇപ്പോൾ 5 പേര് വന്ന ആൾക്കാരും കണക്ക് തന്നെയാണ്, പക്ഷേ എങ്ങും പുള്ളി ഉറച്ചിട്ടില്ല. എന്താ ഉറക്കാത്ത കാര്യം തന്നെ? ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ജനറേഷൻ മാറ്റിക്കളഞ്ഞു. താങ്ക് യു.